Xylem Learning. മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കിതാ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദിസ് അറേഞ്ച്മെന്റ്? ഈ അറേഞ്ച്മെന്റ് എന്താണ്? അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് ദിസ് അറേഞ്ച്മെന്റ്. ഈ അറേഞ്ച്മെന്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കാനും നമ്മളോട് പറയും. ആൻഡ് വാട്ട് ഇസ് ദിസ് പിക്ചർ? ഈ എന്താണ് സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് ഉള്ളത്? ഇവിടെ ഒരു അയൺ നെയിൽ ഉണ്ട്, അതിന് ചുറ്റും കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കോപ്പർ വയറിന്റെ ഒരു എൻഡ് സെല്ലിന്റെ പോസിറ്റീവിലോട്ടും മറ്റേ എൻഡ് നമ്മുടെ സെല്ലിന്റെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മളൊരു പേര് പറയും. എന്താണ്? ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്? നോക്കിക്കേ, ഒന്ന് വായിച്ചു നോക്കിയേ. when an electric current flows through a wire, അല്ലെ, ഒരു വയറിലൂടെ, ഒരു മെറ്റലിലൂടെ എന്ത് പോകുമ്പം, കറണ്ട് പോകുമ്പം ഇറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ വയർ. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അതിന് ചുറ്റും എന്തുണ്ടാകുന്നതാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, അല്ലെ? അപ്പം ആ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ഒരു അയൺ നെയിൽ എടുത്ത് അതിന് ചുറ്റും കോപ്പർ വയർ ചുറ്റി കൊടുത്ത് കോപ്പർ വയറിന് ഒരു സെല്ലുമായി കണക്ട് ചെയ്താൽ മതി. സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും ഇങ്ങനെ കറണ്ട് പോകും ഇതിലൂടെ, അല്ലെ? അപ്പൊ അതിന് ചുറ്റും എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പൊ നമുക്കൊരു മാഗ്നറ്റ്, ഒരു ടെമ്പററി മാഗ്നറ്റ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതുപോലെ ചെയ്താൽ മതി. ആൻഡ് ദിസ് സെറ്റപ്പ് ഇസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നതിലെ റൈറ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് ദിസ് അറേഞ്ച്മെന്റ്. ഇതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് അതിലൂടെ കറണ്ട് പോകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചാൽ അതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടുതലോ. സോ നമുക്ക് എഴുതി കൊടുക്കാം ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് കറണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? എന്തെല്ലാം ചെയ്യാം? ഇതിപ്പോ ഒരു സെല്ലാണ്, അല്ലെ? ഒരുപാട് സെല്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന കറണ്ടിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ സെല്ലിന്റെ നമ്പർ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാം ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് കറണ്ട്, അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ കോപ്പർ വയർ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ കോയിൽസിന്റെ എണ്ണം കൂട്ടിക്കൊടുത്താലും ഈ ടേൺസ് ഉണ്ടല്ലോ അതിന്റെ എണ്ണം കൂട്ടിക്കൊടുത്താലും എന്ത് സംഭവിക്കും? നമുക്ക് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്. നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കുന്ന മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. an electric fuse is a. എന്താ ഇലക്ട്രിക് ഫ്യൂസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സേഫ്റ്റി ഡിവൈസ്, അല്ലെ? നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ ഇലക്ട്രിക് ഫ്യൂസ് ഉപയോഗിക്കുന്നത്, അല്ലെ? നമുക്കറിയുന്ന കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് സിംബൽ ഓഫ് സെല്ല്. സെല്ലിന്റെ സിംബൽ എന്താ? നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൽ നമ്മൾ കണ്ടില്ലേ, ഒരു വലിയ വരയും ഒരു ചെറിയ വരയും, അല്ലെ? ആൻഡ് ദിസ്, ഈ വലിയ വര ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവിനെ. എന്താണ്? പോസിറ്റീവ് ടെർമിനൽ. ആൻഡ് ദിസ് സ്മോൾ ലൈൻ ഇൻഡിക്കേറ്റ്സ് നെഗറ്റീവ് ടെർമിനൽ എന്നും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഓപ്ഷൻ സി ആസ് എ റൈറ്റ് ആൻസർ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രിക് ഫ്യൂസ് വർക്ക്സ് ഓൺ ദ ഫിനോമിനൻ ഓഫ്. നിങ്ങൾ മനസ്സിലാക്കണം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് കേട്ടോ. എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യുക. ഓവർലോഡിങ്ങിനെ കുറിച്ചിട്ടാണ്. സോ ഓപ്ഷൻസ് വായിച്ചു നോക്കിയാൽ തന്നെ ആൻസർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.